വഴി നടക്കാനുള്ള പൗരന്റെ അവകാശം നിഷേധിച്ച ഒരു സർക്കാരാണിത്. സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിയുടെയും ഭരണഘടനാപരമായ അവകാശമാണ്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 30,000-ഓളം കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡുകൾ നാട്ടിലുണ്ട് എന്നാണ് ബഹുമാന്യനായ മന്ത്രി ഇപ്പോൾ പറഞ്ഞത്. ഇവയിൽ എത്ര റോഡുകളിലൂടെ ആളുകൾക്ക് എല്ലൊടിയാതെ യാത്ര ചെയ്യാനാവും സർ? അങ്ങ് ഭാവിയിൽ റോഡ് നന്നാവുമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നാണ് സർ ആ ഭാവി ഉണ്ടാവുക? 3.5 കോടി മലയാളികൾ മഹാഭൂരിപക്ഷം പേരും യാത്രക്ക് ആശ്രയിക്കുന്നത് റോഡ് മാർഗമാണ്. ഒരു വർഷം ശരാശരി റോഡ് ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് സംസ്ഥാന സർക്കാർ വാഹന നികുതിയായി മാത്രം ഈടാക്കുന്നത് 6,000 കോടി രൂപയാണ് സർ. എന്നാൽ നമ്മൾ എന്താണ് സർ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നത്? ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയല്ലേ ആളുകൾ നടുറൂട്ടിലേക്ക് പോകുന്നത്? ജീവൻ കിട്ടിയാൽ കിട്ടി, തിരിച്ചു വന്നാൽ വന്നു എന്നുറപ്പാണ് റോഡ് വഴിയുള്ള യാത്രകൾക്കുള്ളത്. കാൽനട യാത്രക്കാർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ആസ്പത്രികളിൽ പോകുന്നവർക്ക് കേരളത്തിലെ ഒരു റോഡിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുമോ സർ? അതെ, പെരിന്തൽമണ്ണയുണ്ട്. മണിച്ചിത്രത്താഴിലെ കുതിരവട്ടം പപ്പുവിനെ പോലെ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ച് ചാടി പോകേണ്ട അവസ്ഥയല്ലേ സർ മലയാളികൾക്ക് ഇപ്പോൾ? പണ്ട് ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കുഴികൾ എണ്ണാനായിരുന്നു ആവശ്യപ്പെട്ടത്. ഇന്ന് റോഡിലെ കുളങ്ങൾ എണ്ണിയാൽ തീരുമോ സർ? എത്ര വിലപ്പെട്ട ജീവനുകൾ പൊലിഞ്ഞു? കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുക്കാം സർ. 2023 മാത്രം 4,010 ജീവനുകളാണ് റോഡ് അപകടങ്ങളിൽ നഷ്ടപ്പെട്ടത്. 54,369 പേർക്കാണ് പരിക്കേറ്റത്. എത്ര മനുഷ്യരുടെ നട്ടെല്ലൊടിഞ്ഞു? എത്ര മനുഷ്യർ ബെഡ് റിഡനായി? എത്ര മനുഷ്യർക്ക് അംഗവൈകല്യമുണ്ടായി? എത്ര ഗർഭിണികൾ നടുറോട്ടിൽ പ്രസവിച്ചു? എത്ര സ്ത്രീകൾക്ക് അബോർഷനായി? ഇത് കേട്ടാൽ തോന്നും ഞാൻ ഈ പറയുന്നതെല്ലാം മാസങ്ങൾക്ക് മുമ്പാണ് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ മകുടോദാഹരണമായി എന്റെ നിയോജക മണ്ഡലത്തിലെ പട്ടാമ്പി റോഡിൽ ഒരു ഗർഭിണി വീണ് അബോർഷനായി സർ. ഈ കൊലക്കുറ്റത്തിന് ആരുടെ പേരിലാണ് സർ കേസെടുക്കുക? ജനിക്കാതെ പോയ ആ കുഞ്ഞിന്റെ ഘാതകൻ PWD ഡിപ്പാർട്ട്മെന്റ് ആണ് സർ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചാൽ എത്ര റോഡുണ്ട് മെച്ചം? ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോ ഭരണകക്ഷിയിലെ ഒരുപാട് MLA മാർ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ റോഡ് കൂടി ഒന്ന് പറയണമെന്ന്. പക്ഷേ എനിക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എത്ര മെച്ചപ്പെട്ടത്? നിങ്ങൾ പറയുന്നതെല്ലാം നീർക്കുമിളകളാണ്. മന്ത്രി ചില റോഡുകളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ കൊതി തോന്നും സർ. ഇങ്ങനെയുള്ള ഒരു റോഡെങ്കിലും ഞങ്ങളുടെ നാട്ടിലൂടെ ഒന്ന് കാണാൻ പറ്റിയെങ്കിലെന്ന് ഞങ്ങൾ വിചാരിക്കും. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ മന്ത്രി നേരത്തെ പറഞ്ഞ പോലെ 29,573 കിലോമീറ്റർ റോഡുണ്ട്. സ്റ്റേറ്റ് ഹൈവേ 4,128.38 കിലോമീറ്റർ റോഡുണ്ട്. മേജർ ഡിസ്ട്രിക്ട് റോഡ് 25,444.7 കിലോമീറ്റർ ഉണ്ട്. ഇതിനു പുറമെ NH-ന് കീഴിൽ വരുന്ന 548 കിലോമീറ്റർ വേറെയുണ്ട്. ഇതിൽ നിങ്ങൾക്ക് നേരെയാക്കാൻ കഴിഞ്ഞത് എത്ര കിലോമീറ്റർ റോഡാണ് സർ? ഇന്നലെ മാതൃഭൂമിയുടെ മുഖപ്രസംഗം ഉണ്ടായിരുന്നു. എണ്ണി പറഞ്ഞിട്ടുണ്ട്. വടക്കൻ കേരളത്തിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരത്തെ വിൻസെന്റ് MLA ഇവിടെ ഉണ്ട്. സ്മാർട്ട് റോഡുകൾ വരെ തകരാറിലായി കിടക്കുന്ന റോഡുകളെ വിശദമായി പറയേണ്ടായി. കണ്ണൂർ ജില്ലയിൽ MLA മാരിവിടെ ഉണ്ടല്ലോ. കരിവള്ളൂരിലെയും ഓണക്കുന്നിലെയും വെള്ളൂരിലെയും റോഡുകളുടെ സ്ഥിതി എന്താണ് സർ? കോഴിക്കോട് ജില്ലയിലെ സ്ഥിതി എന്താണ് സർ? ചോറോടും തിക്കോടിയിലും ദേശീയപാതയുടെ നിർമ്മാണത്തെ തുടർന്ന് പരിസരവാസികൾ ദുരിതത്തിലായിട്ട് എത്ര കാലമായി സർ? TV ഇബ്രാഹിം MLA ഉണ്ട്. കോഴിക്കോട് എയർപോർട്ടിലേക്കുള്ള റോഡിന്റെ സ്ഥിതി എന്താണ് സർ? മലപ്പുറം ജില്ലയിലെ ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും സർവീസ് റോഡിലൂടെയാണ് സർ. വലിയ താഴ്ചയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് മീതെ ഏത് നിമിഷവും മൺതിട്ടകൾ അടർന്നു വീണേക്കാം എന്ന സ്ഥിതിയാണ് സർ. ഏത് സമയത്തും വെള്ളം കുത്തിയലിച്ചു വരുന്ന സ്ഥിതിയാണ് സർ. വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡ് ബഹുമാന്യനായ മഞ്ഞളാംകുഴി അലി സാഹിബിന്റെ നിയോജക മണ്ഡലത്തിലാണ്. എത്ര കാലമായി സാർ ഈ റോഡിന്റെ ദുരിതക്കഥകൾ അദ്ദേഹം ഈ സഭയിൽ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട്? ഇനി എന്റെ നിയോജക മണ്ഡലത്തിൽ ഒരു റോഡുണ്ട്. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ ഏറ്റവും ട്രാഫിക് ഉള്ള പുലാമന്തോൾ മേലുറ്റൂർ റീച്ചാണത്. 144 കോടി രൂപ വകയിരുത്തിയിട്ട് 4 വർഷമായി സർ. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ബഹുമാന്യനായ മുഖ്യമന്ത്രി പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച റോഡാണ് സർ.
ഈ റോഡിന്റെ മേൽനോട്ടം KSTP-ക്കാണ്. ഒരു വർഷമായി ഒരു പണിയും നടക്കാതായിട്ടും തിരിഞ്ഞു നോക്കാൻ ആരുമില്ല സർ. കോൺട്രാക്ടർമാർക്കുമേൽ ഈ സർക്കാരിന് യാതൊരു അധികാരവും ഇല്ലേ എന്ന് ഞാൻ ബഹുമാന്യനായ മന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനൊന്നും മേൽനോട്ടം വഹിക്കാൻ ഒരു ഉദ്യോഗസ്ഥനുമില്ലേ? ഈ റോഡിലെ വേങ്ങൂരിൽ 3 പേരാണ് സാർ അപകടം മൂലം മരണപ്പെട്ടത്. രക്തസാക്ഷികളാണ് സാർ ഇവർ. ആരാണ് ഇതിന് ഉത്തരവാദി? തൃശൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ്